ടു സൈലം SSC RRB. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും എപ്പോഴും നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്, മിസ്സിൻ്റെ ടീത്ത് ശരിയല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ലാസിക് സർജറി ചെയ്തതാണ്, അങ്ങനെയാണെങ്കിൽ പറ്റുമോ, പൈൽസ് ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ, പൈൽസ് ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതൊരു ജനറലി എല്ലാവർക്കുമുള്ള ഡൗട്ടുകളാണ് അല്ലേ. അങ്ങനെയുള്ള എനിക്ക് കണ്ണട വെക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കണ്ണട വെക്കാൻ പറ്റുമോ, വെക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ കംപ്ലീറ്റ് ഒരു ഡൗട്ടുള്ള ഭാഗമാണ് ഈ മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ മെഡിക്കൽ ഫിറ്റ്നസ്സിൽ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട് ആൻഡ് കൺസേൺസും ക്ലിയർ ചെയ്തു തരുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഡൗട്ടുകളെല്ലാം തന്നെ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് നോക്കേണ്ടത്? ഏത് റിസോഴ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കേണ്ടത്. കാരണം മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് PET ഉണ്ട്. ഇതെല്ലാം പാസ്സായി നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസ് തോറ്റുപോയാൽ നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് യാതൊരു പോസ്റ്റിലേക്കും ജോലികൾ കിട്ടുന്നതല്ല. മെഡിക്കൽ ഫിറ്റ്നസ് പാസ് ആവുക എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. കാരണം മെഡിക്കൽ ഫിറ്റ്നസ് ഫെയിൽ ആയി പോയാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ പാസ്സാവുന്നു, PET നമ്മൾ പാസ്സാവുന്നു, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ക്ലിയർ ആവുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസ് തോറ്റു പോവുകയാണെങ്കിൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോവും. അതിനു മുന്നേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മെഡിക്കലി നമ്മൾ ഓക്കെ ആണോ എന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റെയിൽവേയുടെ മെഡിക്കൽ മാനുവൽ ചാപ്റ്റർ നമ്പർ 5 പ്രകാരമാണ് നമ്മൾ ഈ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കേണ്ടത്. നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളും ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഈ മെഡിക്കൽ മാനുവൽ 5 ഇത് ഓൾറെഡി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനിൽ ആ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കോളം ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഈ റെയിൽവേയുടെ മെഡിക്കൽ മാനുവൽ ചാപ്റ്റർ നമ്പർ 5 പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ മാനുവൽ ചാപ്റ്റർ നമ്പർ 5 പ്രകാരം മെഡിക്കൽ ഫിറ്റ്നസ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്നാണ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സെന്ററിലാണോ മെഡിക്കൽ ഫിറ്റ്നസിന്റെ ടെസ്റ്റ് കിട്ടുന്നത് അതിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പല കാര്യങ്ങളും അവിടെ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. അതിപ്പോൾ ഓരോ പോസ്റ്റിനനുസരിച്ചായാലും, നമ്മുടെ ഏജ്, നമ്മുടെ പോസ്റ്റ്, അവിടുത്തെ ഫെസിലിറ്റീസ്, നമ്മുടെ ആരാണോ നമ്മളെ എക്സാമിൻ ചെയ്യുന്നത് അവർക്കെല്ലാം അനുസരിച്ച് ഈ കാര്യങ്ങൾ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിലൊന്നാണ് നമ്മുടെ ഏജ്, ഹൈറ്റ്, ചെസ്റ്റ് ഗേർത്ത്. ഇതെല്ലാം തന്നെ മെഷർ ചെയ്യുന്നതായിരിക്കും. അതിപ്പോൾ ചില സ്ഥലത്ത് മെഷർ ചെയ്യാം, ചില സ്ഥലത്ത് മെഷർ ചെയ്യാണ്ടിരിക്കാം. അത് പലപ്പോഴും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. കാരണം നമ്മൾ മെഡിക്കൽ എക്സാമിനേഷൻ്റെ കാര്യം എക്സ്പീരിയൻസ് മെഡിക്കലിന് പോയിട്ടുള്ള ആൾക്കാരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചില സമയത്ത് അവർക്കുണ്ടായ പോലെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻ അല്ല ജനറൽ ഫിസിക്കൽ എക്സാമിനേഷന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുക. കാരണം ഓരോ സ്ഥലത്തിനനുസരിച്ചും ഇത് മാറാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ കേൾവി ശക്തി. അവർ ചെക്ക് ചെയ്യും. അവരൊരു സ്പെസിഫിക് ദൂരത്ത് പോയി നിൽക്കുകയും അവിടെ നിന്ന് ഉറക്കനെ സംസാരിക്കുകയും ഒരു സ്പെസിഫിക് വോളിയത്തിൽ സംസാരിക്കുകയും ചെയ്യും. അത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അത് നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി പരിശോധിക്കാനാണ്. പിന്നെ വിക്കില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ ടീത്ത്, നമ്മുടെ പല്ലിൻ്റെ കാര്യം ഗുഡ് ഓർഡറിലാണോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ, പല്ലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്, അബ്ഡോമിനൽ ഡിസീസസിന് എന്തെങ്കിലും എവിഡൻസസ് ഉണ്ടോ, അബ്ഡോമിനൽ ഡിസീസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നീട് ഹെർണിയ, പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ, ഹെർണിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ വെരിക്കോസ് വെയിനോ പൈൽസോ അങ്ങനെയുള്ള അസുഖങ്ങൾ കാൻഡിഡേറ്റിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഫ്ലാറ്റ് ഫൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈക്കോ കാലിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ സ്കിൻ ഡിസീസസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ NCDs ഉണ്ടല്ലോ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, BP, കൊളസ്ട്രോൾ, ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം തന്നെ എല്ലാ സെന്ററിലും ഇതെല്ലാം ചെക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യും, ചില സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്യില്ല. ഇതെല്ലാം തന്നെ ഓരോ സെന്ററിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ സംശയം തോന്നും, എനിക്ക് ഹെർണിയ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പൈൽസ് ഉണ്ടായിരുന്നു, ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം സർജറി ചെയ്ത് കറക്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് എ ബിഗ് യെസ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
അതായത് നമ്മൾ ഇതെല്ലാം തന്നെ ഓപ്പറേഷൻ ചെയ്ത് ക്യൂർ ചെയ്ത കാര്യമാണെങ്കിൽ നമ്മൾ ഇതിന് എലിജിബിൾ ആണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ലെപ്രസി അതല്ലാതെ തന്നെ ഇപ്പൊ ലെപ്രസി പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ചികിത്സ ചെയ്ത് ക്യൂർ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തതാണെങ്കിൽ പറ്റും, അല്ലാത്തതാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കാം. റെഡി ആണല്ലോ? ഇനി അതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കാര്യം അല്ലെ. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് നമ്മുടെ സൈലം റെയിൽവേസ് അവതരിപ്പിക്കുന്ന നമ്മുടെ ബാച്ച് ആണ് നമ്മുടെ സ്വന്തം ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം ബാച്ച് ആണ് ഗ്രൂപ്പ് ഡിയുടെ ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് അറിയുന്ന പോലെ തന്നെ 10ാം ക്ലാസ് ഓർ ITI ഉള്ള ആസ്പിറൻസിനാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഫോക്കസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ബാച്ച് ഫീ എന്ന് പറയുന്നത് 2,999 മാത്രമാണ്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ 300+ hours ഓഫ് ലൈവ് ക്ലാസ്, 2 to 4 hours per day ആണ് ക്ലാസ് ഉണ്ടായിരിക്കുക. 5 to 6 days വീക്ക്ലി ആയിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. സോ എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. 10ാം ക്ലാസ് ഓർ ITI ആണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് റെയിൽവേ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നമ്മുടെ റെയിൽവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്വൽ അല്ലെ. വിഷൻ എന്ന് പറയുന്നത് വളരെ റെയിൽവേ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത കാറ്റഗറിയാണ് ഈ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കാഴ്ച ശക്തിയാണ് വിഷൻ അക്വിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. അപ്പൊ ഇതില് A കാറ്റഗറി ഉണ്ട്, B കാറ്റഗറി ഉണ്ട്, C കാറ്റഗറി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും A1 A2 A3, B1 B2 B3, C1 C2. ഇതൊക്കെ എന്താണ് സംഭവം? A എന്ന് പറഞ്ഞ എന്താണ്, ജനറൽ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന ജോലിക്കാണ് A കാറ്റഗറി വരുന്നത്. A1 A2 A3 എന്നിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, നമ്മുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ഇവരൊക്കെ എന്താണ്, ജനറൽ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇടപെടേണ്ട ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ട്രെയിൻ ഓടിക്കുന്ന ഒരാൾ, അവരുടെ വിഷൻ എന്തായിരിക്കണം, വളരെ പ്രോപ്പർ ആയിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ വന്നാൽ അത് നേരിട്ട് അറിയാനും അനുഭവിക്കാനും അവർക്ക് സാധിക്കണം. പെട്ടെന്ന് തന്നെ ആരും കാണുന്നതിനേക്കാൾ ഏറ്റവും ഫസ്റ്റ് കാണാൻ അവർക്ക് സാധിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ A1 സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇടപഴകുന്നതാണ്. ഇപ്പൊ B സ്റ്റാൻഡേർഡ് എന്താണ്, B1 B2 ഒക്കെ അതെന്ന് പറയുന്നത് കൊളീഗ്സുമായിട്ട് ഇടപെടുന്നതാണ്. ജനറൽ പബ്ലിക്കുമായിട്ടല്ല, പക്ഷെ കൊളീഗ്സിന്റെ ഇടയിൽ ഇടപെടുന്നതാണ് B സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. C വരുന്ന സമയത്തേക്കും അത് ഡെസ്ക് ജോബാണ്. അതാണ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള നമ്മുടെ വിഷൻ ചെക്ക് മാത്രമേ അതിൽ വരുന്നുള്ളൂ. പക്ഷെ B എന്ന് പറയുന്നത് കൊളീഗ്സുമായിട്ടൊക്കെ ഇടപെടുന്നതാണ്. ഇതിൽ ഏറ്റവും സ്ട്രോങ് ആണ് A1 A സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, അതായത് A1 A2 അതൊക്കെ തന്നെ. റെഡി? അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ പ്രകാരം A2 സ്റ്റാൻഡേർഡ് ഇപ്പൊ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട് എന്ന് കാണുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് അല്ലെ. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു സെന്ററിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യും, BP, എക്സ്റേ, നമ്മളെ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഇതെല്ലാം ചില സ്ഥലത്ത് ചെക്ക് ചെയ്യും. ചില സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യില്ല, ഇതൊന്നും ചില സ്ഥലത്ത് ചെക്ക് ചെയ്യില്ല. അത് ഓരോ സ്ഥലത്തും വാരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏത് സെന്ററിൽ പോകുന്നോ ആ സെന്ററിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ A2 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റന്റ് വിഷൻ 6/9 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ. ഇപ്പൊ നിയർ വിഷൻ ആയാലും ഡിസ്റ്റന്റ് വിഷൻ ആയാലും വിത്തൗട്ട് ഗ്ലാസ് ആണ് വരുന്നത് A2 സ്റ്റാൻഡേർഡ് പ്രകാരം. പിന്നെ എന്താണ്, കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോസ്കോപ്പിക് വിഷൻ, ഇതെല്ലാം തന്നെ പാസ്സാവണം. പിന്നീട് നോ ഫോഗിങ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. A3 ആണെങ്കിലും എന്താണ്, ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് വരുന്നത്. പവർ ഓഫ് ലെൻസ് പക്ഷെ 2D കൂടാൻ പാടില്ല, 2 ഡയോപ്റ്ററിൽ കൂടാനായിട്ട് പാടില്ല നമ്മുടെ പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത്. പക്ഷെ വിത്ത് ഗ്ലാസും പറ്റും. ഇവിടെ വിത്തൗട്ട് ഗ്ലാസ് ആണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാം പറഞ്ഞ പോലെ തന്നെ കളർ വിഷൻ ആയാലും ബൈനോക്കുലർ വിഷൻ ആയാലും നൈറ്റ് വിഷൻ ആയാലും മീസോസ്കോപ്പ് വിഷൻ ആയാലും എല്ലാം തന്നെ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ A3 ആകുമ്പോഴത്തേക്കും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആയിട്ട് മാറി.
നെക്സ്റ്റ് B1 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതും എന്താണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. പക്ഷെ പവർ ഓഫ് ലെൻസ് 4D ആയിട്ട് കൂടി 4Dയിലേക്ക് കൂടാനായിട്ട് പാടില്ല. ബാക്കി എല്ലാം തന്നെ കറക്റ്റ് ആണ് വരുന്നത്, മറ്റേതുപോലെ തന്നെയാണ്. B2 ആണെങ്കിലും പവർ ഓഫ് ലെൻസ് 4Dയിൽ കൂടാൻ പാടില്ല. പക്ഷെ 6/9 6/12 ആണ്, വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് മാത്രമേ B2 വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെയുള്ള കളർ വിഷനോ ബൈനോക്കുലർ വിഷനോ നൈറ്റ് വിഷനോ മീസോസ്കോപ്പിക് വിഷനോ വരുന്നില്ല. ബൈനോക്കുലർ വിഷൻ മാത്രമേ വരുന്നുള്ളൂ. C1 ഉം C2 ആണ് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതിൽ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് 6/12 6/8 ആണ് വരുന്നത്. പവർ ഓഫ് ലെൻസിനെ കുറിച്ചൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇതില് C1 ഉം C2 ഉം ഡെസ്ക് ജോബ്സിനുള്ളതാണ്. അത്ര ഭയങ്കര ടഫായിട്ടൊരു ടെസ്റ്റായിട്ട് മാറുന്നില്ല C1 ഉം C2 ഉം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് വരുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ മാനുവലിലുള്ള ചാപ്റ്റർ നമ്പർ 5 ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി. എൻ്റെ കണ്ണിന് ലാസിക് സർജറി ചെയ്തിട്ടുണ്ട്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആസ്പിറൻസിന്റെ എപ്പോഴുമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹാവിംഗ് A2 ആൻഡ് A3. അതായത് A2 സ്റ്റാൻഡേർഡും A3 സ്റ്റാൻഡേർഡും റിക്വയർഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതില്ല. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും കറക്ഷൻ സർജറി, റിഫ്രാക്ടറി കറക്ഷൻ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A2 മെഡിക്കൽ ഫിറ്റ്നസും A3 വേണ്ടതും A2 ഉം A3 ഉം ഉള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി ചില പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് B1 B2 C1 C2 പോലെയുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ there is some conditions. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? അതായത് ലാസിക് സർജറി ചെയ്തതിന് ശേഷം നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ കണ്ണിന് ഉണ്ടാവാനായിട്ട് പാടില്ല. കൂടാതെ തന്നെ സർജറി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ്, സർജറി പെർഫോം ചെയ്ത് കഴിഞ്ഞ് 1 ഇയർ കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലാസിക് സർജറി ഷുഡ് ബി ഡൺ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ. അതായത് 1 ഇയർ ഡ്യൂറേഷൻ ആയി എന്ന് പറയുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. അത് കൂടാതെ തന്നെ എന്താണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഒരു 6ഓളം കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഈ 6ഓളം കണ്ടീഷൻസ് നിങ്ങൾ ഇത് നമ്മുടെ കോർണിയയുടെ തിക്നെസ്സും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ കണ്ണിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർജറി ചെയ്ത കാര്യങ്ങൾ പ്രോപ്പർ ആണ് എന്ന് റെയിൽവേ ബോർഡിനെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ. ഇനി ഇതിൽ നമ്മൾ ഈ 6/9 വിഷൻ 6/12 വിഷൻ അതൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? അതിനാണ് ഈ സ്നൽസ് ചാർട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്നൽസ് ചാർട്ട് പൊതുവെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. അതൊരു 6 മീറ്റർ ദൂരത്തിൽ ഒരു ചാർട്ട്, ഇതേപോലെയുള്ള ഒരു ചാർട്ട് ഒട്ടിച്ചു വെക്കുകയും അതിൽ ഏറ്റവും അടിയിലുള്ളത് നമുക്ക് വളരെ പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് 6/6 ആണ്. അതിനനുസരിച്ച് അതിന് മുകളിലോട്ട് എന്താവും, 6/9 ആകും, 6/12 ആകും, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അടിയിലെ ലൈൻ നമുക്ക് പ്രോപ്പർ ആയിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് 6/6 വിഷൻ. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്നതാണ് നമ്മുടെ ബുക്ക് വായിച്ചുള്ള ടെസ്റ്റ്. അപ്പൊ നേരത്തെ എന്താണ്, ഇത് നമ്മൾ ഡിസ്റ്റന്റ് വിഷൻ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ നിയർ വിഷൻ ചെക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നിയർ വിഷൻ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതായത് നമ്മൾ പ്രോപ്പർ റീഡബിൾ, സാധാരണ ചില ആൾക്കാർ ഇവിടെ വെച്ച് വായിക്കും അല്ലെ. അതെന്താണ്, അവരുടെ കാഴ്ചക്കുറവ് കൊണ്ടാണ്. അപ്പൊ എന്താണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രോപ്പർ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ. എല്ലാവരും റീഡിങ്ങിന് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ ബുക്ക് വെക്കുകയും നമ്മൾ എല്ലാ കാര്യങ്ങളും ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുഞ്ഞു തൊട്ട് വലുതാക്കി വരെ എഴുതിയിട്ടുണ്ടാവും ഓരോ സെന്റൻസ്. അത് നമുക്ക് ഏത് ലാംഗ്വേജിലാണോ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ആ ലാംഗ്വേജിൽ നമ്മൾ വായിച്ചാലാണ് നമ്മൾ നിയർ വിഷൻ പാസ് ആവുന്നത്. നെക്സ്റ്റ് വരുന്നതാണ്
നമ്മുടെ നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ ഈ 12 എന്ന് പറയുന്നത് ഈ ഡിഫറെന്റ് കളേഴ്സ്, ഇപ്പൊ ഈ 12 എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീഡബിൾ ആണോ, അല്ലെങ്കിൽ 29 റീഡബിൾ ആണോ, 74 റീഡബിൾ ആണോ, 45 റീഡബിൾ ആണോ, ഇതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെയിൽവേ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച വരുത്താത്ത ടെസ്റ്റ് ആണ് നമ്മുടെ വിഷന്റെ കാര്യത്തിൽ. സോ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ ഫിറ്റ്നസ് പിന്നെ ഓരോ സ്ഥലങ്ങളിലും വാരി ചെയ്യും, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലാസിക് സർജറി ചെയ്തവർക്ക് A2 A3 അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, ബാക്കി B1 B2 C1 C2 ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. റെഡി ആണല്ലോ? അപ്പൊ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിന്റെ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെയും കൂടെ സ്വപ്നമാണ് എന്ന് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ ബാച്ചിന്റെ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും വളരെ ഇമ്പോർട്ടന്റ് ആയി, വളരെ പ്രോപ്പർ ആയി നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റുകൾ വരുത്താതിരിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം. ഇതേപോലെയുള്ള എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക് യു.